ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രോൺസ് ബിരിയാണിയാണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 2 സവാള ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, അതേപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒരു കപ്പ് ഓയിൽ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓയിൽ നല്ല പോലെ ചൂടായതിന് ശേഷം ഞാൻ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ കട്ടി കുറഞ്ഞിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സവാള ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സവാള നല്ല പോലെ ഫ്രൈ ചെയ്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ സവാള നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവാള വറുത്ത അതേ ഓയിലിലേക്ക് കാഷ്യൂ നട്ട്സും കൂടെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ കാഷ്യൂ നട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഉണക്കമുന്തിരി ഉണ്ടായിരുന്നില്ല. ശരിക്കും ബിരിയാണിക്ക് ഉണക്കമുന്തിരി വേണം, പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചധികം കാഷ്യൂ നട്ട്സ് എടുത്ത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സവാള വറുത്ത ഓയിലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഓയിലും കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് സ്പൈസസ് പട്ട, ജാതിപത്രി, അതേപോലെ തന്നെ തക്കോലം, ഏലക്കായ, ഗ്രാമ്പു ഇത്രയും ഇട്ടതിന് ശേഷം അതിലേക്ക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിൻ്റെ ആ ഒരു പേസ്റ്റും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക കേട്ടോ. വഴറ്റിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു മീഡിയം സൈസിൽ വരുന്ന 3 തക്കാളിയാണ്. വലിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം നമുക്ക് മതിയാവും. അതും നല്ലപോലെ വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മതി, കുറേയൊന്നും വേണ്ട, കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്ന് ആ തക്കാളി നല്ല പോലെ വെന്ത് സോഫ്റ്റായിട്ട് വരണം. ഇപ്പോൾ ഏകദേശം തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് നമ്മുടെ തക്കാളി നല്ല പോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി, അതേപോലെ കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്തു. പിന്നെ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് പച്ചമണം മാറുന്നത് വരെ അതെല്ലാം കൂടെ സോട്ട് ചെയ്തിട്ട് 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം തന്നെ യൂസ് ചെയ്യുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു പ്രോൺസ് ബിരിയാണി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് മസാലപ്പൊടികളൊന്നും വേണ്ട. നമുക്ക് ആ ഒരു പ്രോൺസിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മാത്രം പൊടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഒരു കൈപ്പിടി ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവാള ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മളുടെ ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ സോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് റൈസിനുള്ളത് നോക്കാം. റൈസ് ഞാൻ വേറെ പാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ സവാള വറുത്ത് മാറ്റി വെച്ച ബാക്കി വന്ന ഓയിലും നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കുക. ജാതിപത്രി, പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ ഇനി ഉണ്ടെങ്കിൽ ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കപ്പിന് 3 കപ്പ് വെള്ളം ഒഴിച്ചു. അതിലേക്ക് 1 ടീസ്പൂൺ ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഒണിയൻസ് അതും കൂടെ ചേർത്തു, സവാളയും കൂടെ ചേർത്തിട്ട് വെള്ളം നല്ലപോലെ തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കഴുകി ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ജീരകശാല അരിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് നല്ല പോലെ ഇങ്ങനെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒരു 90% വെന്താൽ മതി. ഞാനൊരു 7 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല ഞാൻ ഒന്നുകൂടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്ത് മാറ്റി വെച്ച പ്രോൺസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മസാല എല്ലാ ഭാഗത്തും പിടിക്കുന്ന വിധത്തിൽ നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ചെമ്മീനായിട്ട് നല്ല പോലെ ആ മസാല പിടിച്ചു വരണം. എന്നിട്ട് ആ ചെമ്മീനിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. ഇനി നമ്മൾ ഇതിലോട്ട് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. ചെമ്മീനിൽ നിന്ന് തന്നെ നല്ല പോലെ വെള്ളം ഇറങ്ങി വന്ന് നല്ല പോലെ വേവിക്കണം കേട്ടോ. ചെമ്മീൻ നല്ല പോലെ വെന്തതിന് ശേഷം ഞാനിവിടെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുകൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ റൈസ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ലെയർ ഞാനിങ്ങനെ ലെയർ ചെയ്തതിന് ശേഷം അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സവാളയും കാഷ്യൂ നട്ട്സും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ലെയറും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഞാനൊരു 13 മിനിറ്റ്
വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 15 മിനിറ്റും കൂടെ വെച്ചിട്ടാണ് ഞാൻ അടപ്പ് തുറന്നത്. ഇപ്പോൾ നമ്മുടെ പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.